കുറച്ച് PYQസിലേക്ക് പോവാം. എന്നാണ് കൊടുത്തിരിക്കുന്നത്? ഫോർ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റെപ്രസെന്റഡ് ബൈ ഈസ് ഈക്വൽ ടു എക്സ് E0 cos kz മൈനസ് ഒമേഗ ടി. അതുപോലെ H ഇസ് ഈക്വൽ ടു y ക്യാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്, H0 cos kz മൈനസ് ഒമേഗ ടി. നിങ്ങൾ ഈ H എന്നൊന്നും കണ്ട് പേടിക്കണ്ട. അതായത് നോർമലി എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ഞാൻ ഓൾറെഡി ഒരു ലെക്ചറിനകത്ത് മക്കളെ പറഞ്ഞിരുന്നില്ലേ, എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഒരു ഇലക്ട്രിക് കമ്പോണന്റ് ആണ്, മറ്റൊന്ന് എന്താണ്? ഒരു മാഗ്നറ്റിക് കമ്പോണന്റ് ആണ്, അല്ലേ? അപ്പോ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആണ് എന്ത് സഞ്ചരിക്കുന്നത്? വേവ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ E തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണും. കാര്യം എക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് അറിയാം, I ആണ്, അല്ലേ? I ഇൻറ്റു E0 കോസ് kz മൈനസ് ഒമേഗ ടി. കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ മക്കളെ, എന്താണ്? വേവ് വെക്റ്റർ ആണ്, അല്ലേ? എന്താണ്? വേവ് വെക്റ്റർ ആണല്ലോ. ഇനി എന്താണ് Z എന്ന് പറയുന്നത്? ഡയറക്ഷൻ, അല്ലെ? ആക്സിസ്. ഇനി ഒമേഗ എന്താണ്? ആംഗുലാർ വെലോസിറ്റി, അല്ലെ? അല്ല, ആംഗുലാർ ഫ്രീക്വൻസി. നമ്മൾ മനസ്സിലാക്കേണ്ടത് E എന്താണെന്ന് മനസ്സിലായി. ഇതുപോലെ H എന്താണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ജെ ക്യാപ്പ് അല്ലേ, അതല്ലേ Y എന്ന് കാണിക്കുന്നത്? H0 cos kz മൈനസ് ഒമേഗ ടി ആണല്ലോ മക്കളെ. ഈ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു എന്താണ് ഇയും ബിയും തമ്മിലുള്ള ബന്ധം. ഇയും ബിയും പറഞ്ഞു, പക്ഷെ ഈ ബിയും എച്ചും തമ്മിലുള്ള ബന്ധം എന്താണ്? ബിയും എച്ചും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മക്കളെ പറയാം. ബി ഈക്വൽ ടു μ0 H ആണ്. എന്താണ്? ബി ഈക്വൽ ടു μ0 H ആണ്. μ0 എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയും. എന്താണ്? മാഗ്നറ്റിക് പെർമിയബിലിറ്റി. അതായത് ഒരു മീഡിയം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കടത്തിവിടുന്ന എബിലിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം കടത്തിവിടും എന്നതിന്റെ അളവ്. ഓക്കെ, ഇനി മക്കളെ നോക്കിയേ, എച്ച് തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്. ഇപ്പൊ എച്ച് എന്ന് വെച്ചാൽ എന്താണ്? B/μ0 ആണെന്ന് നമുക്ക് B/μ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ അത് ഇതൊന്നും അല്ല ചോദിച്ചേക്കുന്നത്. എന്താ? ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ പോയിന്റിംഗ് വെക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ? ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ പോയിന്റിംഗ് വെക്ടർ. അപ്പൊ മക്കളെ, പോയിന്റിംഗ് വെക്ടർ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് മക്കളെ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു E എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. ആർക്ക്? ബിക്ക്. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആണ് ആര്? വേവ് ആണല്ലോ. ശരി, ഇ എന്നും പറയുന്നതിനും പെർപെൻഡിക്കുലർ ആണ്, ബി എന്നും പറയുന്നതിനും പെർപെൻഡിക്കുലർ ആണ് ആര്? ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണ് ആര്? മക്കളെ, നമ്മൾ എന്താണ് പറഞ്ഞത്? അപ്പൊ ബി ഈസ് ഈക്വൽ ടു μ0 H ആണെന്ന് പറഞ്ഞു. ഈ പോയിന്റിംഗ് വെക്ടർ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പോയിന്റിംഗ് വെക്ടർ ഒന്നുമില്ല, പേരിൽ പറയുന്നത് എന്താണ്? പോയിന്റിംഗ് വെക്ടർ. എന്താണ്? പോയിന്റിംഗ് വെക്ടർ. ഈ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെയാണ് കാണിക്കുന്നതെന്ന് അറിയാമോ മക്കളെ? പോയിന്റിംഗ് വെക്ടർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് എനർജി പ്രൊപ്പഗേഷൻ. എന്താണ് മക്കളെ?
പോയിന്റിംഗ് വെക്ടർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് എനർജി പ്രൊപ്പഗേഷൻ. പോയിന്റിംഗ് വെക്ടറിന്റെ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ എസ് ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് എന്നാണ്. എന്താണ്? ഇ ക്രോസ് എച്ച് എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ മക്കളെ? എന്താണ് പോയിന്റ് വെക്ടർ എന്ന് വെച്ചാൽ ഇ ക്രോസ് എച്ച് ആണ്. ഇനി മക്കളെ പറഞ്ഞേ, ഇതിനകത്ത് ഇ എന്തുവാ? ഇ എന്തുവാ മക്കളെ? ഇ പറഞ്ഞ് ഇ എന്താ? ഐ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഐ അല്ലേ? ഇ സീറോ കോസ് കെ സെഡ് മൈനസ് ഒമേഗ ടി ആണല്ലോ. ശരി, ക്രോസ് എച്ച് അല്ലേ മക്കളെ? ക്രോസ് എച്ച്. ശരി, പറഞ്ഞേ, എച്ച് എന്താ മക്കളെ? എച്ച് എന്ന് പറയുന്നത് ജെ എച്ച് സീറോ കോസ് കെ സെഡ് മൈനസ് ഒമേഗ ടി അല്ലേ? അപ്പോ മക്കളെ നോക്കിക്കേ, എന്ത് കിട്ടി? എസ് ഇസ് ഈക്വൽ ടു ഐ ഇ സീറോ കോസ് കെ സെഡ് മൈനസ് ഒമേഗ ടി ക്രോസ് ജെ എച്ച് സീറോ കോസ് കെ സെഡ് മൈനസ് ഒമേഗ ടി. മക്കളെ, ഈ ഇ സീറോ എന്താ? എച്ച് സീറോ എന്താ? ഇ സീറോ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ മക്കളെ? അതുകൊണ്ടല്ലേ ഇ സീറോ എന്ന് കൊടുത്തേക്കുന്ന. ഇനി മക്കളെ, എച്ച് സീറോ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? കാര്യം ഞാൻ പറഞ്ഞു, എന്താ? പി ഈക്വൽ ടു മ്യൂ സീറോ എച്ച് ആണെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എച്ച് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. വേറൊരു രൂപത്തിൽ പറയുവാണല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയും, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും മാക്സിമം വാല്യൂ അല്ലേ മക്കളെ? ഇനി ഒന്ന് ചിന്തിച്ചേ, ഐ ഉണ്ട്, ജെ ഉണ്ട്, കെ ഉണ്ട്. ഓക്കെ, എന്താണ് മക്കളെ പറഞ്ഞ? നമ്മളൊരു ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഐ നമ്മൾ വരയ്ക്കും, ജെ നമ്മൾ വരയ്ക്കും, കെ നമ്മൾ വരയ്ക്കും അല്ലേ? എന്താണ്? ഐ ജെ കെ. ഐ ജെ കെ. ഐ ക്രോസ് ജെ എന്താ മക്കളെ? പറഞ്ഞേ, കെ അല്ലേ? ഇപ്പൊ ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ജെ ഉണ്ട് അല്ലേ? അപ്പോ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ, ഐ ക്രോസ് ജെ എന്ന് ഞാൻ എഴുതി. ഇനി ഇ സീറോ എച്ച് സീറോ കോസ് കെ സെഡ് മൈനസ് ഒമേഗ ടി ഇൻറ്റു കോസ് കെ സെഡ് മൈനസ് ഒമേഗ ടി. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ശരി, ഐ ക്രോസ് ജെ എന്താ മക്കളെ? കെ ആണല്ലോ. ശരി, കെ ആണ്, സമ്മതിച്ചു. അപ്പൊ ഐ ക്രോസ് ജെ എന്ന് വെച്ച കെ ആണ്. ഇനി ഇ സീറോ എച്ച് സീറോ കോസ് ഇൻറ്റു കോസ് എന്താ മക്കളെ? കോസ് സ്ക്വയർ അല്ലേ? കോസ് സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി അല്ലേ? ഇനി പക്ഷെ നമ്മടുത്ത് ചോദിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് ദ പോയിന്റിംഗ് വെക്ടർ എന്നാണ്. വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ വേണോ? വേണ്ട. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരെ? അപ്പൊ ഈ വെക്ടർ പോത്തില്ലേ? എന്ന് വെച്ചാൽ എന്താകും? നമുക്ക് എന്ത് കിട്ടും? ഇ സീറോ എച്ച് സീറോ കോസ് സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി അല്ലേ? മനസ്സിലായോ മക്കളെ? ഇപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ഭീകര ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നും, പക്ഷെ ഒന്നുമില്ല. ഓക്കെ, ഫോർ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റെപ്രസെന്റഡ് ബൈ ഇ ഈക്വൽ ടു എക്സ് ക്യാപ്പ് എന്നാ കൊടുത്തത്. ഈ എക്സ് ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താ? എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷൻ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാ? ഐ ക്യാപ്പ് കൊണ്ടാ.
ഇനി എച്ച് എന്ന് പറയുന്നത് വൈ ക്യാപ്പ് അല്ലേ? വൈയെ സൂചിപ്പിക്കുന്നത് നമ്മള് ജെ കൊണ്ടാ. എന്തുകൊണ്ടാ? ജെ കൊണ്ടാ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോ എച്ചും തന്നു. ഇതിനകത്ത് പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ഇക്വേഷൻ ആണുള്ളത്. എസ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? എസ് ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? എസ് ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് ഇ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത്? ഐ ഇ സീറോ കോസ് കെ ഇസഡ് മൈനസ് ഒമേഗ ടി ക്രോസ് എച്ച്. എച്ച് എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താണ്? വൈ എച്ച് സീറോ കോസ് കെ ഇസഡ് മൈനസ് ഒമേഗ ടി ആണല്ലോ. അപ്പോ ഇ ക്രോസ് എച്ച്. അപ്പോ ഐ ക്രോസ് ജെ ഇ സീറോ എച്ച് സീറോ കോസ് കെ ഇസഡ് മൈനസ് ഒമേഗ ടി ഇൻറ്റു കോസ് കെ ഇസഡ് മൈനസ് ഒമേഗ ടി. അപ്പൊ എസ് എന്ത് കിട്ടി? കെ ക്യാപ്പ് ഇ സീറോ എച്ച് സീറോ കോസ് സ്ക്വയർ കെ ഇസഡ് മൈനസ് ഒമേഗ ടി. അപ്പൊ എസ് എന്ത് കിട്ടി? ഇ സീറോ എച്ച് സീറോ കോസ് സ്ക്വയർ കെ ഇസഡ് മൈനസ് ഒമേഗ ടി. അപ്പം മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടി മക്കളെ? ഇ സീറോ എച്ച് സീറോ കോസ് സ്ക്വയർ കെ ഇസഡ് മൈനസ് ഒമേഗ ടി. ഇനി നമുക്ക് വെക്ടറും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഇസഡ് ക്യാപ്പ്. ഇസഡ് ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? കെ ക്യാപ്പ് അല്ലേ? ഇസഡ് ക്യാപ്പ് എന്ന് വെച്ചാൽ കെ ക്യാപ്പ് അല്ലേ മക്കളെ? അപ്പോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ത് വരും? ഇസഡ് ക്യാപ്പ് ഇ സീറോ എച്ച് സീറോ കോസ് സ്ക്വയർ കെ ഇസഡ് മൈനസ് ഒമേഗ ടി. ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? കെ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്താണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. എങ്ങനെയാണ് ഐ ക്രോസ് ജെ കെ എന്ന് കണ്ടുപിടിച്ചത്? നമ്മൾ ഈ ഡയഗ്രാം ഓർത്ത് വെക്കുക. ഐ ക്രോസ് ജെ ഈക്വൽ ടു കെ. ഇനി പോയിന്റിംഗ് വെക്ടർ എന്താണെന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് ഒരു വേവ് സഞ്ചരിക്കുകയാണെങ്കിൽ ആ വേവിൽ എനർജി എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നാണ് എന്ത് പറഞ്ഞു തരുന്നത്? പോയിന്റിംഗ് വെക്ടർ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് പോയിന്റ് വെക്ടർ പറയുന്നത്? എന്താണ്? വേർ ഈസ് ദ എനർജി പ്രൊപ്പഗേറ്റിംഗ്? എനർജി എങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് എനർജിയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് എനർജിയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാക്കേണ്ടത് വേവ് 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 എങ്ങോട്ട് ആണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് അതായത് അതേ ഡയറക്ഷനിലേക്കാണ് എനർജി ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇപ്പോ ഒരു വേവ് എക്സ് ആക്സിസിൽ, അതായത് ഐ ക്യാപ്പ് എക്സ് ആക്സിസിലേക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ എന്താണ്? എനർജി പോകുന്നത് എങ്ങോട്ടായിരിക്കും? എക്സ് ആക്സിസിലോട്ട്. വൈ ആക്സിസിലോട്ടാണ് വേവ് പോകുന്നുണ്ടെങ്കിലോ എനർജി എങ്ങോട്ടായിരിക്കും? വൈ ആക്സിസിലോട്ട്. ഇസഡ് ആക്സിസിലാണ് വേവ് പോകുന്നതെന്നുണ്ടെങ്കിലോ എനർജി ഇസഡ് ആക്സിസിലോട്ടായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ് ആക്സിസിലാണ് എനർജി പോകുന്നതെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എവിടെ ആയിരിക്കും? വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും. വൈ ആക്സിസിലാണ് എനർജി പോകുന്നതെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എവിടെ ആയിരിക്കും? ഇസഡിലും എക്സിലും. അതായത് എനർജി എങ്ങോട്ട് പോകുന്നോ അതല്ലാത്ത ഡയറക്ഷനിൽ, അതായത് വൈ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി വരുന്നത് എന്തൊക്കെയാ? എക്സും ഇസഡും. അപ്പോൾ എക്സിലും ഇസഡിലും ആയിരിക്കും എന്ത്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ഓക്കെ, ഇസഡ് ആക്സിലാണ് എനർജി പോകുന്നുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെയാ ഉള്ളത്?
ഇസഡ് ആക്സിസിലാണ് എനർജി പോകുന്നതെങ്കിൽ ബാക്കി ഏതൊക്കെ ആക്സിസ് ആണ് നമുക്കുള്ളത്? നമുക്ക് എക്സും വൈയും അല്ലേ ഉള്ളത്. ഇപ്പോ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ്? എക്സിലും വൈയിലും ആയിരിക്കും അല്ലേ? കാരണം എക്സ് ആക്സിസും വൈ ആക്സിസും പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. പറഞ്ഞില്ലേ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ. ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസ്. സപ്പോസ് ഇത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സിസ് ആണെന്ന് വെച്ചോ, ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസ് ആയിരിക്കും. ഓക്കെ, ഈ പോകുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇസഡ് ആക്സിസിലേക്കായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സിസ് എങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി ഫ്ലോ ചെയ്യുന്ന ഇസഡ് ആക്സിസിലേക്കായിരിക്കും. മനസ്സിലായോ മക്കൾ? ശരി, ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. മക്കളെ, എന്തായി കൊടുത്തിരിക്കുന്നത്? ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പാസിംഗ് ത്രൂ വാക്യൂം. ഓക്കെ, എന്താണ്? ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് passing through vacuum is governed by the following equations. Okay, അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ട്. ആ വേവിന്റെ ഇക്വേഷൻസ് കാണിച്ചിരിക്കുന്നത് E = sin ഒമേഗ ടി മൈനസ് kx, ആദ്യത്തെ ഇക്വേഷൻ. B = B0 sin ഒമേഗ ടി, B0 sin kx മൈനസ് ഒമേഗ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് E0യും B0യും തമ്മിലുള്ള ബന്ധമാണ്. ആണല്ലോ, എന്താണ്? E0യും B0യും തമ്മിലുള്ള ബന്ധമാണ് മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഇവിടെ E = E0 sin ഒമേഗ ടി മൈനസ് kx. ഈ ഒമേഗ ടി മൈനസ് kx എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയാൽ എന്ത് പറ്റും? E = എന്താകും? E0 ആകില്ലേ? ഇതുപോലെ B = B0 sin kx മൈനസ് ഒമേഗ ടി. ഇതിനകത്ത് kx മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയാൽ B = എന്താകും? B0 ആകില്ലേ? അതായത് മാക്സിമം വാല്യൂ ആണ് എന്ത്? മാക്സിമം വാല്യൂ ആണ് E0യും B0യും. അതിനാണ് നമ്മൾ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. സോ ആംപ്ലിറ്റ്യൂഡ്സ് ആണ് എന്ത്? E0 ആൻഡ് B0. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ആംപ്ലിറ്റ്യൂഡ്സ് ആണെന്ത്? ആംപ്ലിറ്റ്യൂഡ്സ് E0 അതുപോലെ തന്നെ B0. ഓക്കെ, ആരുടെ ആംപ്ലിറ്റ്യൂഡ്? ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി B0 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് അതൊന്നുമല്ല. നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏത് എക്സ്പ്രഷൻ ആണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇതിനകത്ത് ഏത് എക്സ്പ്രഷൻ ആണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി ആണല്ലോ, അല്ലേ? അപ്പൊ മക്കളെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും നമ്മൾ രണ്ട് ഇക്വേഷൻസ് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? E = E0 sin ഒമേഗ ടി മൈനസ് kx. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? B = B0 sin kx മൈനസ് ഒമേഗ ടി, അല്ലെ? അപ്പൊ രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇതിനകത്ത് ഇതിൽ ഏത് റിലേഷൻ ആണ് ശരി എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്, അല്ലെ? അപ്പോ ഞാൻ ഓൾറെഡി മക്കളെ തുടങ്ങിയപ്പോ പറഞ്ഞിരുന്നു, എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഏത് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്?
ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡ് എന്താണ്? ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണല്ലോ, അല്ലേ മക്കളെ? അപ്പോ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്ന് മക്കളെ നമുക്കറിയാം, ആണല്ലോ. അപ്പോ ഈ ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് വേവും സഞ്ചരിക്കുന്ന സ്പീഡ് എന്താണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്നാണ് അതിന്റെ വാല്യൂ. ഓക്കെ മക്കളെ, അപ്പോ ഈ 3 × 10⁸ എവിടുന്നാ കിട്ടിയെന്നറിയാവോ മക്കളെ? ഇത് ആക്ച്വലി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പീക്ക് വാല്യൂ ഉണ്ടല്ലോ, എന്താണ്? E0 എന്ന് പറയുന്ന വാല്യൂ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു വാല്യൂ ഉണ്ട്, എന്താണ്? B0 എന്ന് പറയുന്ന ഒരു വാല്യൂ. ഇപ്പോ ഈ E0യുടെയും B0യുടെയും റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ മക്കളെ, ഇതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എനി EM വേവ് എന്ന് പറയുന്നത്, ആണല്ലോ. ഇനി മക്കളെ, നമ്മൾ വേറൊരു ഇമ്പോർട്ടന്റ് സാധനം മനസ്സിലാക്കണം. എന്താണെന്നറിയാവോ? ഇതിനകത്ത് ഈ ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ ഫ്രീക്വൻസി ഇല്ലേ? എന്താണ് ആംഗുലാർ ഫ്രീക്വൻസി? ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി. അതുപോലെ തന്നെ മക്കളെ, ഈ കെ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? വേവ് വെക്റ്റർ എന്ന് പറയും. എന്താണ്? വേവ് വെക്റ്റർ. ഇതിനകത്ത് മക്കളെ ഈ ω/k, ഒമേഗയെ k കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടുമെന്ന് അറിയാവോ? ഈ 3 × 10⁸ തന്നെ കിട്ടും. മനസ്സിലായോ? എന്താ? ഒമേഗയെ k കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് തന്നെ കിട്ടും? സ്പീഡ് ഓഫ് ദ വേവ് തന്നെ കിട്ടും, അല്ലെങ്കിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് തന്നെ കിട്ടും. അതായത് E0/B0 ω/k ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? E0/B0 ω/k ആണെങ്കിൽ മക്കളെ, നമുക്ക് കണ്ണു അടച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറയാം? E0 × k = ω/B0 എന്ന് പറഞ്ഞുകൂടെ കണ്ണും പൂട്ടി? അങ്ങനെ ഒരു ഓപ്ഷൻ എവിടെയാ കിടക്കുന്നത്? E0 × k. എവിടെയാ? ഓപ്ഷൻ 1 അല്ലേ? ഓപ്ഷൻ എ അല്ലേ? E0 × k എന്ന് വെച്ചാൽ ω/B0 അല്ലേ മക്കളെ? അപ്പോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഈ k എന്താണ് മക്കളെ? പ്രൊപ്പഗേഷൻ വെക്റ്റർ എന്ന് നമ്മൾ ഇതിനെ പേര് വിളിക്കാറുണ്ട്, ആണല്ലോ മക്കളെ. എന്താണ്? പ്രൊപ്പഗേഷൻ വെക്റ്റർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇനി മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നമ്മുടെ എന്താ കൊടുത്തിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ഇലക്ട്രിക് ഫീൽഡ്സ് അറ്റ് ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടർ, നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഒരു കണ്ടക്ടറിന് ഉദാഹരണം പറഞ്ഞേ മക്കളെ. ഉദാഹരണം എന്താണ്? കോപ്പർ ഒരു കണ്ടക്ടർ ആണ്, അയൺ ഒരു കണ്ടക്ടർ ആണ്, സിൽവർ ഒരു കണ്ടക്ടർ ആണ്. ഇതെല്ലാം കണ്ടക്ടർ ആണ്, ആണല്ലോ. ഈ കണ്ടക്ടറിനകത്തുകൂടി കറണ്ട് ഒഴുകുന്നെന്ന് കരുതുക. കറണ്ട് ഒഴുകുന്നു എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ഒഴുകുന്നു എന്നല്ലേ അതിനർത്ഥം മക്കളെ? അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഓറഞ്ച് കളറിലെ സാധനം എന്താണ്? ഇതൊരു കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടറിനകത്തുകൂടി കറണ്ട് ഒഴുകുന്നു എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ചന്നം ഭിന്നം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് സർഫസ് ഓഫ് ദ ഇലക്ട്രിക്, ഇതിനകത്ത് കറണ്ട് ഒഴുകുന്നെങ്കിൽ ഇതിന്റെ സർഫസിൽ, അതായത് നമ്മുടെ കണ്ടക്ടറിന്റെ സർഫസ് എന്താണ്? ഇതല്ലേ സർഫസ്. നമ്മളിപ്പോ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള കണ്ടക്ടർ, ഒരു വയറാണ്. ഓക്കെ, ഒരു കണ്ടക്ടർ നമ്മൾ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ എടുത്തിരിക്കുവാണ്. ഈ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള കണ്ടക്ടറിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇ എന്നല്ലേ പറയുന്ന? ഇ
ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്നത് പോലെ ഉണ്ടോ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രം അത് സീറോ ആണോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നോർമൽ ആണോ എന്നൊക്കെ ചിന്തിച്ചാൽ മതി അല്ലേ? സീറോ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഓൺ ദ സ്പോട്ട് ആൻസർ ബി എന്നങ്ങ് തട്ടാം. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എന്താണോ ഉണ്ടോന്ന് നമ്മൾ ആദ്യം പറയണം. മക്കളെ ഉറപ്പായിട്ടും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ? കാരണം കറണ്ട് കടന്നു പോകുന്നു, കറണ്ട് ഉള്ളത് കൊണ്ട് തന്നെ മാക്സ്വെൽസ് ലോ അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 ലെവലിലൊക്കെ നിങ്ങൾ പഠിക്കുന്നത് എന്താണ്? എറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ബി ഈക്വൽ ടു മ്യൂ 0 I/2πr ആണെന്നൊക്കെ പഠിച്ചു. പക്ഷെ നമ്മള് മക്കളെ ഇനി നമ്മൾ MSc ലെവലിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ആ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം? ഓക്കെ, എന്താണ് ആ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം എന്ന് പഠിക്കുമ്പോഴാണ് എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലും കാണും എന്ന് നമ്മൾ പറയും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? നോർമൽ ടു ദ സർഫസ് ആണ്. എങ്ങനെയാണ്? നോർമൽ ടു ദ സർഫസ് ആണ്. അതായത് സർഫസിന് നോർമൽ ആയിട്ടാണ് ആ ഇലക്ട്രിക് ഫീൽഡ് വരേണ്ടത്. ഓക്കെ, എന്താണ്? ദേ ഓൾവേസ് ആക്ട്സ് നോർമൽ ടു ദ സർഫസ് എന്ന് നമ്മൾ പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? എങ്ങനെയാണ്? they are always normal to the surface. ഇനി they are always സീറോ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം കറണ്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. ഓക്കെ, ഇനി they are always tangential to the surface എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. അത് ഉറപ്പായിട്ടും തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ് മക്കളെ? ടാൻജൻഷ്യൽ ടു ദ സർഫസ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ടാൻജൻഷ്യൽ ടു ദ സർഫസ്, ടാൻജൻഷ്യൽ ടു ദ സർഫസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സർഫസിൽ കൂടി ഇലക്ട്രോണുകളുടെ ഫ്ലോ ഉണ്ടാവണം അല്ലേ? പക്ഷേ ഒരു കണ്ടക്ടറിനകത്തുകൂടിയാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇനി മക്കളെ എന്നാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് they are independent. D ഓപ്ഷൻ they are independent of the surface charge density. ഓക്കെ, എന്നും കൊടുത്തിട്ടുണ്ട്. എന്താണ്? they are independent of the surface charge density എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കാര്യം നമുക്ക് എപ്പോഴും അതിന് ഡിപ്പെൻഡൻസി ഉണ്ട്. കാര്യം മക്കളെ നമ്മളൊരു എന്തെടുക്കുകയാണ്? ഒരു ഷീറ്റ് എടുക്കുകയാണ്. ഒരു അടിച്ചു പരത്തി ഒരു ഇരുമ്പിന്റെ ഷീറ്റ് എടുത്തു. ഓക്കെ, ഈ ഷീറ്റിനകത്ത് നിറച്ച് പോസിറ്റീവ് ചാർജ് ആണെന്ന് വെച്ചോ. ഈ പോസിറ്റീവ് ചാർജിന് അടുത്ത് എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവത്തില്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്ര ആണെന്ന് പറയാവോ മക്കളെ? ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് σ/2 ε0 എന്ന് പറയും. ഈ സിഗ്മ എന്താണെന്ന് അറിയാവോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ എന്തായാലും ഇൻഡിപെൻഡന്റ് ആണോ? അല്ല, ദേ ആർ ഓൾവേസ് ഡിപ്പെൻഡന്റ് ഓഫ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് നമ്മൾ പറയേണ്ടത്. എന്താണ്? ദേ ആർ ഡിപ്പെൻഡന്റ് ഓഫ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് നമ്മൾ ഉറപ്പായിട്ടും പറയേണ്ടി വരും. ഇൻഡിപെൻഡന്റ് അല്ല. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പൊ ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. ഇനി മക്കളെ നമുക്ക് ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് നമുക്ക് മനസ്സിലാക്കണം. കാണിച്ചു തരാം. നമ്മളിപ്പോ ഒരു പ്ലേറ്റ് വെക്കുന്നു, മറ്റൊരു പ്ലേറ്റ് അതിന് അടുത്ത് വെക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു പ്ലേറ്റിന് എന്ത് കൊടുക്കുന്നു? പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു. ഇതൊരു ഇരുമ്പിന്റെ പ്ലേറ്റ് ആണ്. ഇവിടെ വേറൊരു പ്ലേറ്റ് വെക്കുന്നു, പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു. നമ്മൾ ഇതിന് നടുക്കുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോവാണ്. എന്തായിരിക്കും ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്?
എന്തായിരിക്കും ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്? മക്കളെ ഞാൻ പറഞ്ഞു ഒരു ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? σ/2ε0 ആണ്. ആണല്ലോ. മറ്റേ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? σ/2ε0 തന്നെ ആയിരിക്കില്ലേ? അതായത് ഒരു ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, മറ്റേ ഷീറ്റ് കാരണമുള്ളതും ഇങ്ങോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 പ്ലസ് E2 അല്ലേ? അല്ലേ? അതായത് പോസിറ്റീവ് ചാർജിൽ നിന്നും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് വരുന്നത്? എങ്ങോട്ടാണ് വരുന്നത്? അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സാധനം പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ രണ്ട് ഷീറ്റുകൾക്ക് ഇടയിൽ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഇതാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന കണ്ട ഒരു വയലറ്റ് കളർ. അപ്പൊ ഈ വയലറ്റ് കളറിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിൽ ഒരു ചാർജ് വെച്ചാൽ ഈ രണ്ട് പ്ലേറ്റുകൾ, പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന രണ്ട് പ്ലേറ്റുകളിലെയും കൂടി ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? അടപ്പാവും. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്ലേറ്റിലും ചാർജസ് ഉണ്ട്. അതാണ് എന്ത്? സർഫസ് ചാർജ് എന്ന് പറയുന്നത്, സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോ രണ്ട് പ്ലേറ്റിലും ചാർജ് ഉണ്ട്. ആദ്യത്തെ പ്ലേറ്റിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അപ്പൊ അത് കാരണം ഇലക്ട്രിക് ഫീൽഡ് E1 σ/2ε0 പ്ലസ് രണ്ടാമത്തെ കാരണം σ/2ε0. രണ്ടും കൂടെ കൂട്ടുമ്പോ σ/ε0 എന്ന് കിട്ടും. എന്താണ്? σ/ε0. അപ്പൊ നടുക്ക് കിട്ടുന്ന ചാർജ് എന്താണ്? σ/ε0 ആണ്. ചാർജ് അല്ല, നടുക്ക് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? σ/ε0 എന്നതാണ് നടുക്ക് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് സെന്റർ എന്താണ്? σ/ε0 ആണ്. ഓക്കെ ആണോ മക്കളെ? ശരി, ഇനി മക്കളെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് കൊടുത്തിരിക്കുന്നത് മക്കളെ? മാഗ്നറ്റിക് വെക്റ്റർ ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എന്താണ്? ദ മാഗ്നറ്റിക് വെക്റ്റർ ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതായത് ഞാൻ പറഞ്ഞു ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡും രണ്ടാമത്തത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റും രണ്ടാമത്തത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റുമാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്? By is equal to J B0 cos 10y plus 3 into 10⁻⁹ E എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? പി വെക്റ്റർ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ മാക്സിമം വാല്യൂ എന്തോ മക്കളെ? B0 ആണ്. B0 cos 10y plus 3 into 10⁻⁹ T, അതായത് cos ωt പ്ലസ് KY. അങ്ങനല്ലേ മക്കളെ പറഞ്ഞ്? അതായത് ഏതൊരു വേവ് വെക്ടറിനെ എങ്ങനെ പറയാൻ പറ്റും? B is equal to B0 cos KY പ്ലസ് ωt എന്നല്ലേ മക്കളെ പറഞ്ഞത്? ഈ K എന്താണ് മക്കളെ? K എന്ന് പറയുന്നത് വേവ് വെക്റ്റർ അല്ലേ മക്കളെ? വേവ് വെക്റ്റർ. ഒമേഗ എന്ന് പറയുന്നത് എന്താ മക്കളെ? ആംഗുലാർ ഫ്രീക്വൻസി അല്ലേ മക്കളെ? അപ്പോ ഈ KY ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോ ഇത്രയും സാധനങ്ങൾ നമുക്കുണ്ട്. ഇതിനകത്ത് നമ്മളിത് ചോദിച്ചിരിക്കുന്നത് എന്താ? വേവ് ലെങ്തും പീരീഡും കണ്ടുപിടിക്കാനാണ്. എന്താണ്? വേവ് ലെങ്തും പീരീഡും കണ്ടുപിടിക്കാനാണ്. വേവ് ലെങ്തും പീരീഡും നമുക്ക് കണ്ടുപിടിക്കണം. മക്കളെ നമുക്കറിയാം K എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? K എന്ന് പറയുന്നത് മക്കളെ വേവ് വെക്റ്റർ 2π/λ ആണ്. നമ്മൾക്ക് അറിയാം എന്താണ്? K എന്ന് പറയുന്നത് 2π/λ ആണ്. വേവ് വെക്റ്റർ K is given by 2π/λ. ഓക്കെ, അപ്പൊ K എന്ന് പറയുന്നത് എന്താണ്? K എന്ന് പറയുന്നത് എന്താണ്? 10 അല്ലേ? കാരണം cos KY, K യുടെ കൂടെ കിടക്കുന്ന 10 അല്ലേ മക്കളെ?
അപ്പോ കെ എന്ന് പറയുന്ന 10 ആണല്ലോ. ശരി, 10 ഈക്വൽ ടു 2π/λ ആണല്ലോ മക്കളെ. അപ്പൊ ലാംഡ ഈക്വൽ ടു എന്താണ്? 2π/10, അതായത് 5π അല്ലേ? 5π അല്ല, എന്താണ്? 5/5 അല്ലേ മക്കളെ? 5/5 മീറ്റർ അല്ലേ? അപ്പൊ 5/5 മീറ്റർ വരുന്ന ഏത് ഓപ്ഷൻ ആണ് മക്കളെ നമുക്കുള്ളത്? ഓപ്ഷൻ ബി അല്ലേ മക്കളെ? 5/5 മീറ്റർ ആണോ മക്കളെ? ഓക്കെ ആണോ? അപ്പൊ മക്കളെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പേടിയൊക്കെ തോന്നും. അയ്യോ ഇതാണ്ട ജെ വെക്ടർ B0 ഓമേഗ 10y പ്ലസ്, വലിയ ക്വസ്റ്റ്യൻ ഒക്കെയാ. പക്ഷെ ഒന്നുമില്ല. ഓക്കെ, കാര്യം നമ്മള് ഈ എന്തുവാ ബേസിക് ഫോം അറിഞ്ഞ, നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പച്ചയായ രൂപം അറിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ആള് പാവത്താനാണ്. നമ്മൾ B is equal to B0 cos ky പ്ലസ് ഒമേഗ ടി. അതിനകത്ത് കെ എന്താണെന്ന് അറിയണം. കെ ഈക്വൽ ടു 2π/λ എന്താണെന്ന് അറിയണം. അപ്പൊ ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാംഡ പുഷ്പം പോലെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ ലാംഡ ഈക്വൽ ടു 2π/10 എന്ന് പറയാം. അപ്പൊ 5/5 നമുക്ക് കിട്ടും. ആണല്ലോ മക്കളെ? അപ്പൊ ബി ആണ് ഓപ്ഷൻ എന്ന് നമുക്ക് 100% ഉറപ്പായ കാര്യം. എന്താണ്? 5/5 മീറ്റർ. വേറെ ഒന്നിനകത്തും 5/5 മീറ്റർ ഇല്ല. ഉണ്ടോ? ഇല്ല. ബാക്കി എല്ലാത്തിനകത്തും 5/10, 0.1 ഒക്കെ അല്ലേ? ഇനി പീരീഡ് കൂടെ കണ്ടുപിടിക്കാം. എന്തായാലും ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉറപ്പായി. ഓക്കെ, ഇനി എന്നാലും നമുക്കൊന്ന് ഉറപ്പിച്ചേക്കാം, ടൈം പീരീഡ് കൂടെ കണ്ടുപിടിക്കാം. മക്കളെ നിങ്ങൾക്കറിയാം ഒരു വേവിന്റെ ടൈം പീരീഡ് എന്തായിരിക്കും? ടി ഈക്വൽ ടു 2π/ω അല്ലേ മക്കളെ? ടി ഈക്വൽ ടു 2π/ω. ഇനി ഇക്വേഷൻ നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, ബി ഈസ് ഈക്വൽ ടു B0 കോസ് ky പ്ലസ് ഒമേഗ ടി. നമ്മുടെ ഇക്വേഷനിൽ എന്താണ്? B0 cos 10y പ്ലസ് 3 into 10⁻⁹. ഒമേഗയുടെ വാല്യൂ എന്താണ് മക്കളെ? ഒമേഗയുടെ വാല്യൂ എന്താണ് മക്കളെ? ഒമേഗയുടെ വാല്യൂ ടിയുടെ കൂടെ കിടക്കുന്ന ആളാണ് എന്ത്? ഒമേഗ. അതായത് 3 into 10⁻T ആണ് എന്ത്? ഒമേഗ എന്ന് പറയുന്നത് അല്ലേ? 3 into 10⁻T ആണ് ആരുടെ കൂടെ കിടക്കുന്നത്? ഒമേഗയുടെ കൂടെ കിടക്കുന്നത് അല്ലേ? അപ്പോ ആരാണ് ഒമേഗ? 3 into 10⁻T. അപ്പോ 2π/3 into 10⁻T 3 into 10⁻9 ആണ് അല്ലേ? 3 into 10⁻9. ഓക്കെ, അപ്പൊ 3 into 10⁻9. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 2π/3 into 10⁻⁻9 seconds എന്ന് കിട്ടത്തില്ലേ മക്കളെ? എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? 2π/3 നാനോ സെക്കൻഡ് എന്നല്ലേ മക്കളെ? കാരണം 10⁻⁻9 സെക്കൻഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നാനോ സെക്കൻഡ് അല്ലേ? അതായത് 2π/3 നാനോ സെക്കൻഡ് അല്ലേ മക്കളെ? കാര്യം 10⁻⁻9 സെക്കൻഡ് എന്ന് വെച്ചാൽ നാനോ സെക്കൻഡ് അല്ലേ? അതായത് ഓപ്ഷൻ ബി അല്ലേ മക്കളെ ആൻസർ? ചുരുക്കം പറഞ്ഞ ക്വസ്റ്റ്യൻ അത് ഇത്രയേ ഉള്ളൂ. എന്താ കൊടുത്തിരിക്കുന്നത്? ദ മാഗ്നറ്റിക് വെക്ടർ ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ V of y ഈക്വൽ ടു B0 cos 10y പ്ലസ് 3 into 10⁻⁹ ഇതിനകത്ത് വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് വേവ് ലെങ്ത് ആൻഡ് പീരീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? K ഈക്വൽ ടു 2π/λ എന്ന് ചെയ്യണം. K ഓൾറെഡി നമുക്കുണ്ട്. എന്താണ് K എന്ന് പറയുന്നത്? K എന്ന് പറയുന്നത് cos 10y. ഇതിനകത്ത് വൈയുടെ കൂടെ കിടക്കുന്ന സാധനമാണ് K എന്ന് പറയുന്നത്. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ടിയുടെ കൂടെ കിടക്കുന്ന സാധനമാണ്. എന്ത്? 3 into 10⁻9 എന്ന് പറയുന്ന സാധനമാണ് ടിയുടെ കൂടെ കിടക്കുന്നത് അല്ലേ? അപ്പോ T ഈക്വൽ ടു 2π/ω ആണ് അല്ലേ? അപ്പൊ 2π/3 into 10⁻9 ആണ്. അപ്പൊ 2π/3 നാനോ സെക്കൻഡ് ആണ് അല്ലേ? അപ്പൊ ടൈം പീരീഡും കിട്ടി, വേവ് വെക്ടറും കിട്ടി, ലാംഡയും കിട്ടി. സന്തോഷം 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 അല്ലേ? അപ്പോ നമുക്ക് ആൻസർ കിട്ടി. മക്കളെ ഓക്കെ അല്ലേ? ശരി, ഇനി എന്താണ് മക്കളെ അടുത്തതായിട്ട്? മക്കളെ അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് എ തിൻ സ്പെറിക്കൽ ഷെൽ.
സ്പെറിക്കൽ ഷെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. എന്ന് വെച്ചാല് സ്പെറിക്കൽ ഷെൽ എന്ന് പറയുമ്പോൾ ഒരു സ്പിയറിന്റെ ഒരു സ്പിയർ അല്ല, പക്ഷെ സ്പിയർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ റേഡിയസേ ഉള്ളൂ, പക്ഷെ സ്പെറിക്കൽ ഷെല്ലാണ്. ഓക്കെ, ഉള്ളു പൊള്ളയാണ്, പക്ഷെ ചെറിയൊരു ഭാഗം ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ഓക്കെ, 2 റേഡിയസ് കാണും അതിന്. ഇതിനകത്ത് ഒരു ടോട്ടൽ ചാർജ് Q എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മക്കളെ? സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓവർ ദ സർഫസ്. ഓക്കെ, അപ്പൊ മുഴുവനായിട്ട് ഒരു Q ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുവാണ്. ഓക്കെ, ഇപ്പൊ മക്കളെ റേഡിയസ് എ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മക്കളെ റേഡിയസ് എ ഉള്ള ഒരു സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കും പറഞ്ഞേ? സർഫസ് ഏരിയ ഓഫ് എ സ്പെറിക്കൽ ഷെൽ having radius a is given by 4 pi a square. അല്ലേ മക്കളെ? അപ്പോ 4 pi a square ആണ്. അപ്പൊ ഈ ടോട്ടൽ ചാർജ് Q ആണെന്നുണ്ടെങ്കിൽ ഈ Q 4 pi a സ്ക്വയറിലായിരിക്കത്തില്ലേ മക്കളെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്? അതായത് ഒരു യൂണിറ്റ് ഏരിയ, അതായത് ഇതിൽ മൊത്തത്തിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? Q ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Q ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അല്ലേ? The charge is distributed uniformly over the surface അല്ലേ? That means the charge per unit area. So charge per unit area is given by Q by 4 pi a square. ഓക്കെ, ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഈസ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാര്യം അകത്ത് ചാർജ് ഉണ്ടോ മക്കളെ? ഇല്ല. അകത്ത് ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ അകത്ത് ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ല് എന്ത് കിട്ടണം? 0 കിട്ടണം. മനസ്സിലായോ മക്കളെ? സോ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഈസ് 0. മനസ്സിലായോ മക്കളെ? ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഈസ് 0. ഓക്കെ ആണോ മക്കളെ? അപ്പൊ ഇവിടെ പറഞ്ഞ തിൻ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് എ ഹാസ് എ ടോട്ടൽ ചാർജ് Q ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ്. ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഈസ് 0 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ 0 കിട്ടും. ഓക്കെ ആണോ? ഇനി മക്കളെ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സ്പെറിക്കൽ ഷെല്ലാണ് അല്ലെ? എന്താണ്? നമുക്ക് സ്പെറിക്കൽ ഷെല്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു നോൺ കണ്ടക്ടിങ് സ്പിയർ എടുക്കാം. എന്താണ്? നോൺ കണ്ടക്ടിങ് സ്പിയർ. ഓക്കെ, 2 കേസസ് വരാറുണ്ട്. ഇവിടെ നമ്മളെടുത്ത് സ്പെറിക്കൽ ഷെല്ലാണ്. ഇതുപോലെ നമ്മൾ സ്പിയറിന്റെ 2 കണ്ടീഷൻസ് കൂടെ കവർ ചെയ്ത് പോവുകയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പോ ഇതൊരു നോൺ കണ്ടക്ടിങ് സ്പിയർ ആണ്, ഇത് ഒരു കണ്ടക്ടിങ് സ്പിയർ ആണ്. കണ്ടക്ടിങ് സ്പിയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും മക്കളെ? കണ്ടക്ടിങ് സ്പിയർ അയൺ ആകാം, സിൽവർ ആകാം, കോപ്പർ ആകാം, അലൂമിനിയം ആകാം. നോൺ കണ്ടക്ടിങ് എന്ന് വെച്ചാലോ വുഡ് ആകാം, റബ്ബർ ആകാം, എന്ത് വേണേലും ആകാം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കണ്ടക്ടിങ് സ്പിയറിൽ നമ്മൾ ചാർജ് കൊടുത്താൽ, ഇതിന് കണ്ടക്ടിങ് സ്പിയറിൽ ചാർജ് കൊടുത്താൽ ഈ ചാർജ് എപ്പോഴും ഔട്ട്വേർഡ് ആയിരിക്കും അല്ലേ?
ചാർജ് എപ്പോഴും പുറത്ത് നിൽക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഓക്കെ, കണ്ടക്ടിങ് സ്ഫിയറിൽ ചാർജ് എപ്പോഴും പുറത്ത് നിൽക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷെ നോൺ കണ്ടക്ടിങ് സ്ഫിയറിൽ അകത്ത് ചാർജ് കാണും. എന്താണ് അകത്ത് ചാർജ് കാണും? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അകത്ത് ചാർജ് കാണും. കണ്ടക്ടിങ് സ്ഫിയറിൽ പുറത്തായിരിക്കും ചാർജ്. അപ്പൊ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദർ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ? Is there electric field inside a non-conducting sphere? ആൻസർ എന്താണ് മക്കളെ? ആൻസർ എന്താണ്? യെസ്, യെസ്, ഉണ്ട്. ആൻസർ എന്താണ്? അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഈസ് there electric field inside a conducting sphere? കണ്ടക്ടിങ് സ്പിയറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ആൻസർ എന്താണ്? നോ. ഓക്കെ, കാര്യം എന്താണ്? അകത്ത് ചാർജസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കളെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ മക്കളെ, മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താണെന്ന് അറിയാവോ മക്കളെ? നമ്മൾ പറയാറുണ്ട്, എന്താണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ μ0 എന്ന് പറയാറുണ്ട്. അതായത് ഒരു മീഡിയം എത്രത്തോളം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടുന്നു അതിന്റെ അളവാണ് മ്യൂ എന്ന് പറയുന്നത്. വാക്യൂമില് ഇതെന്താണോ അതാണ് μ0 എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അതാണ് μ0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഇത് എവിടെയാ മക്കള് കണ്ടിട്ടുള്ളത്? ഒന്ന് ഓർത്ത് നോക്കിയേ. എവിടെ? ഒന്ന് ഓർത്ത് നോക്കിയേ. ബി, അതായത് മെയിൻ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ബി ഈക്വൽ ടു μ0 ni. ഒരു ഇക്വേഷൻ ഉണ്ട് നമ്മുടെ പ്ലസ് ടുവില് നമ്മൾ പഠിക്കുന്നതാണ്, ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്നതാണ്, MSc ലെവലിൽ നമ്മൾ പഠിക്കുന്നതാണ്. പ്ലസ് ടു ലെവലിലാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയത്. ബി ഈസ് ഈക്വൽ ടു μ0 ni. MSc ലെവലിൽ നിങ്ങൾ പഠിച്ച ഒരു ഇക്വേഷൻ വേറൊന്നാണ്, ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 ജെ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരുന്നു. ജെ എന്ന് പറയുന്നത് കറന്റ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ഇത് MSc ലെവലിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ, ഇത് പ്ലസ് ടു ലെവലില്, ഇത് MSc ലെവലില്. ഓക്കെ, അപ്പോ നമുക്കിത് രണ്ടും വേണ്ടി വരും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്താണ് എന്ന് നിങ്ങൾ അറിയണം. എന്താണ്? ടെസ്ലയാണ് അല്ലേ? ടെസ്ലയാണല്ലോ. ഓക്കെ, ബി എന്ന് പറയുന്നത് ടെസ്ലയാണ്, അത് നിങ്ങൾക്കറിയാം. ഓക്കെ, ടെസ്ല. μ0 അറിഞ്ഞൂടാ? അയ്യോ, അറിഞ്ഞൂടാ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു i എന്താണ്? ആംബിയർ ആണ്. അപ്പോ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആംബിയർ. അപ്പൊ ഇതിനകത്ത് നിന്ന് മക്കളെ എന്ത് കിട്ടും? നമുക്ക് μ0യുടെ വാല്യൂ എന്ത് കിട്ടും? μ0 എന്ന് പറയുന്നത് ടെസ്ല ഇൻറ്റു ലെങ്ത് ബൈ ആംബിയർ അല്ലേ? ടെസ്ല ഇൻറ്റു ലെങ്ത് ബൈ ആംബിയർ. ടെസ്ല ഇൻറ്റു ലെങ്ത് ബൈ ആംബിയർ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യത്തെ എക്സ്പ്രഷൻ കിട്ടി.
ടെസ്ല ഇൻറ്റു ലെങ്ത് ബൈ ആംപിയർ. ഇനി മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെസ്ല ഇൻറ്റു ലെങ്ത് പെർ ആംപിയർ എന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് വേറെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എന്താണ്? നമ്മൾ +2 ലെവലിൽ പഠിച്ച വേറൊരു MSc ലെവലിലൊക്കെ പഠിച്ച വേറൊരു ഇക്വേഷൻ ഉണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ഇക്വേഷൻ എന്താണ്? B ഇൻറ്റു A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? B ഇൻറ്റു A. അപ്പോ ഈ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബർ എന്നാണ്. എന്താണ്? വെബർ. ബിയുടെ ഇക്വേഷൻ എന്താണ്? ടെസ്ല. ഓക്കെ. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? മീറ്റർ സ്ക്വയർ. ഓക്കെ. അപ്പോ ടെസ്ല എന്താണ്? ടെസ്ലയുടെ യൂണിറ്റ് എന്താണ് മക്കളെ? ടെസ്ലയുടെ യൂണിറ്റ് μ0 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എണ്ണമാണ്. എണ്ണത്തിന് യൂണിറ്റ് ഇല്ല. ഓക്കെ. 1/L ഇൻറ്റു A. വെബർ എന്ന് പറയുന്നത് ടെസ്ല ഇൻറ്റു മീറ്റർ സ്ക്വയർ ആണല്ലോ. അപ്പോ ഇതിനകത്ത് മക്കളെ ഇവിടെ നമുക്ക് വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ടെസ്ലയാണ് ആണല്ലോ. അതുപോലെ ഫസ്റ്റ് കേസിൽ എന്താണ്? μ0 ഇൻറ്റു A/L എന്ന് പറയുന്നത് ടെസ്ലയാണ്. അപ്പൊ നമുക്ക് 2 ടെസ്ല കിട്ടിയില്ലേ മക്കളെ? 2 ടെസ്ല. ഈ 2 ടെസ്ലയും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്തുകൂടെ? 2 ടെസ്ലയെയും ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. അപ്പോ μ0 ഇൻറ്റു A എന്ന് പറയുന്ന ആംബിയർ ആണ്. ആംബിയർ ബൈ ലെങ്ത്. ഓക്കെ. ഈക്വൽ ടു വെബർ ബൈ മീറ്റർ സ്ക്വയർ എന്താണ്? ലെങ്ത് ഇൻറ്റു ലെങ്ത് അല്ലെ. അപ്പോ ഇതിനകത്ത് മക്കളെ എന്ത് കട്ട് ചെയ്ത് കളയാം? ലെങ്തും കട്ട് ചെയ്ത് കളയാം ആണല്ലോ. μ0യുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? μ0 ഈക്വൽ ടു വെബർ ബൈ ആംബിയർ ഇൻറ്റു ലെങ്ത് അല്ലേ. അതായത് വെബർ ബൈ ആംബിയർ ഇൻറ്റു മീറ്റർ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്.